ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ krishwizzarts. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വലിയൊരു ബോട്ടിലാണ്. അപ്പോൾ ഒരു ബോട്ടിലും ചെറിയൊരു മിനി ബോട്ടിൽ ഇതുപോലത്തെ എടുത്തിട്ടുണ്ട്. നമ്മുടെ റോസ് വാട്ടറിൻ്റെ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. രണ്ടും കൂടി നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചു കൊടുത്ത ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ 1 ലെയർ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കവർ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഉണങ്ങാൻ വെക്കാം. പക്ഷേ നമ്മൾ മുകളിലേക്കുള്ള ബോട്ടിലുമേയും ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴേക്കുള്ള ബോട്ടിലും മുകളിലേക്കുള്ള ബോട്ടിലും നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ 1 ലെയർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ബൾബിൻ്റെ മോൾ ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പ്ലാസ്റ്റിക് ടൈപ്പുള്ള ബൾബാണിത്. അതിൻ്റെ മോൾ ഭാഗം മുറിച്ചെടുത്തിട്ട് ആ ബോട്ടിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോട്ടോ എടുക്കാം. അപ്പം നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്ന് ഫുള്ളൊന്ന് കവർ ചെയ്ത് ഉണങ്ങിയ ശേഷമാണ് ഇതുപോലെ ഫോട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് വേഗം ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഇത് ഗ്ലൂ ഗണ്ണ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഗ്ലൂ ഗൺ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി മിക്ക കടകളിലും ഗ്ലൂ ഗൺ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ സ്മോൾ സൈസുള്ള ഗ്ലൂ ഗണ്ണാണ് മേടിച്ചേക്കണത്. ഇതിന് എത്രയോ 150 അത്രയും രൂപയായിട്ട് അയക്കണത്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് 3 ഫോട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെയും കാശിയുടെയും അച്ഛൻ്റെയും കാശിയുടെയും പിന്നെ കാശിയുടെ ഒരു കുഞ്ഞു ഫോട്ടോ സിംഗിളായിട്ടുള്ള ഒരു ഫോട്ടോയും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നീളമുള്ളൊരു ഭംഗിയുള്ളൊരു കുപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ശേഷമാണ് നമ്മളത് ഒട്ടിച്ചെടുത്തതാണ്. ഇനി നമ്മളിത് ഇതുപോലുള്ള അഴ കെട്ടുന്ന കയറൊക്കെ എടുത്തിട്ടുണ്ട്. ആ കയർ നമ്മളത് ഇതുമേക്ക് ജസ്റ്റ് നമുക്ക് തോന്നിയ പോലെയൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പം നമ്മൾ താഴേക്ക് വരുമ്പോഴേക്കും ആ ഫോട്ടോയുടെ ചുറ്റും ഒരു ഫ്രെയിം എന്ന രീതിയിലൊന്ന് ഒന്ന് ചുറ്റി കൊടുക്കണം. മോൾ ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ളതൊന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഫ്രെയിം പോലെ നമുക്ക് കയർ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പം നമ്മൾ 3 ഫോട്ടോയുമേ ഫ്രെയിം ഉള്ള പോലെ ഇതുപോലെ ഒന്ന് കയർ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. നമ്മളിൽ കുറേ കക്കകൾ ഇതുപോലെ ഇരിപ്പുണ്ട്. കുഞ്ഞു കുഞ്ഞു കക്കകളും വലിയതുണ്ട്. അതെല്ലാം ഇതുമേക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വലുത് ചെറുതൊന്നൊന്നുമില്ല, എല്ലാം മിക്സ് ചെയ്തിട്ട് ഒട്ടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാണ്ട് വലുത് താഴെ മുകളിൽ ചെറുത് അങ്ങനെ എന്നുള്ള രീതിയിൽ ഒട്ടിക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഒട്ടിച്ചേക്കണത്. കുഞ്ഞു കുഞ്ഞു പീക്കിരി കക്കകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ ബൾബിൻ്റെ മേളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബൾബിൻ്റെ ആ ഫ്രെയിമിൻ്റെ മേളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ഞാൻ വലുതൊക്കെയാണ് കൂടുതൽ ഒട്ടിച്ചേക്കണേ. എന്നാലും മീഡിയം സൈസ് നോക്കിയിട്ടാണ് എല്ലാ കക്കകളും ഒട്ടിച്ചെടുത്തേക്കണേ കേട്ടോ. അപ്പോൾ സംഭവം ഇതുപോലത്തെ കക്കകളൊക്കെ പെറുക്കി ഉണ്ടെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് ഈ കക്കകളൊക്കെ കുറേ ഏട്ടൻ കൊണ്ട് തന്നാണ്ട്. ഏട്ടൻ സൗദിയിൽ നിന്ന് വന്നപ്പോൾ കുറേ കക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കടലിൽ നിന്ന് കുറേ കുഞ്ഞു കക്കകളുണ്ട് കേട്ടോ. ആ കക്കകളൊക്കെ ഞാൻ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നിറച്ച് കക്കകളുണ്ട് കേട്ടോ. എൻ്റെ ഒരു പെട്ടി നിറച്ച് കക്കയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ കുഞ്ഞു കക്കകളാണ്. അപ്പോൾ കുറേ കക്ക വെച്ചിട്ട് ഇനിയും ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നല്ല വെയിറ്റുമാണ് അതിന്. അപ്പോൾ ഇതുപോലെ കക്കകൾ ഞാൻ ഒട്ടിച്ചെടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മോൾ ഭാഗത്തേക്കൊക്കെ. അപ്പം നമുക്ക് ഇതുപോലെ നമുക്ക് നീല പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ബ്ലൂ കളറല്ലേ നമ്മുടെ കടലിന്. കുപ്പിനകത്തേക്ക് മൊത്തം 2 തരത്തിലുള്ള ബ്ലൂ കളർ ഞാൻ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഗ്രീൻ കളർ എടുത്തിട്ടൊന്ന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഗ്രീൻ കളർ നമ്മുടെ മെറ്റാലിക് ഗിൽറ്ററിങ് ഷെയ്ഡൊക്കെ ഉള്ള നമ്മൾ ആൻറ്റിക് ലുക്ക് നൽകാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രീൻ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന് മുമ്പ് സാധാരണ നോർമലി ഉള്ള ഒരു നമ്മുടെ ബ്ലൂ കളർ എടുത്തിട്ട് നമ്മൾ ചുറ്റുമെന്നുള്ള അടിച്ചു കൊടുക്കേണ്ടത്. ഈ കളർ നമ്മൾ ഗ്രീൻ മേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു ഗ്ലേസിങ് ആയിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ആ കയറുമേ കൂടി ഒന്ന് ആ ഗ്രീൻ കളർ വരുമ്പോഴേക്കും ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു വലിയ ഒരു കുപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിട്ട് ഫസ്റ്റ് ടൈം ഞാനൊരു 4 ഇയേഴ്സ് ബാക്ക് ഉണ്ടാക്കിയാണ്. അത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ സമയത്ത് സെല്ല് ചെയ്തായിരുന്നു. ഒരു ഫ്രണ്ട്സിന് ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോട്ടോയൊക്കെ ഒട്ടിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ സംഭവം അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അന്നേരം മുതൽ ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം നമുക്ക് ചെയ്ത് വെക്കണം, കാശ് എൻ്റെ ഏട്ടൻ്റെയും ചെയ്ത് വെക്കണം എന്ന് ഓർത്ത് ഇരിക്കുമായിരുന്നു. അന്നേരം കാശ് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് കുപ്പി ഇത്ര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നത് സംഭവം ഇതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കുപ്പി വീഡിയോസും ഡെക്കോർ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള ഡെക്കോർ വീഡിയോസാണ് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കക്കകളും 3 ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് ഒരു കുപ്പി ഡെക്കോർ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്കും ബൈ.